ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെയിൻബോ ഡ്രീംസ്. ഇന്ന് നമുക്കൊരു ടേപ്പസ്ട്രി ചെയ്യാം. ടേപ്പസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡെക്കറേറ്റീവ് ഫാബ്രിക് നമ്മൾ നെയ്തെടുക്കുന്നതിനാണ് ടേപ്പസ്ട്രി എന്ന് പറയുക. ടേപ്പസ്ട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലൂം ആവശ്യമാണ്. ലൂം നമുക്ക് DIY ആയിട്ട് ചെയ്തെടുക്കാം. ടേപ്പസ്ട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വൂളൻ, കോട്ടൺ അല്ലെങ്കിൽ ഏതെങ്കിലും സിന്തറ്റിക് ത്രെഡ്സ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ വൂളൻ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ടേപ്പസ്ട്രിയിലെ വെർട്ടിക്കൽ ത്രെഡ്സായ വാർപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടോയിനാണ് ഉപയോഗിക്കുന്നത്. വൂളൻ ത്രെഡിനേക്കാളും കുറച്ചുകൂടെ കട്ടിയുള്ള യാൺസ് നമുക്ക് മേടിക്കാൻ കിട്ടും. അതിൽ പല കളേഴ്സുള്ള പാറ്റേൺസ് അതിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ടേപ്പസ്ട്രി ഉണ്ടാക്കാൻ നോക്കാം. ടേപ്പസ്ട്രി ചെയ്യാനുള്ള ലൂമിന് വേണ്ടിയിട്ട് 2 കാർഡ്ബോർഡ് പീസ് സെയിം ലെങ്ത്തിലും ബ്രെഡ്ത്തിലും കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യമുള്ള ടേപ്പസ്ട്രിയുടെ ലെങ്ത്തും ബ്രെഡ്ത്തും അനുസരിച്ചിട്ടാണ് നമ്മൾ ലൂം ഉണ്ടാക്കേണ്ടത്. ഞാനിവിടെ ചെറിയൊരു ടേപ്പസ്ട്രിയാണ് ചെയ്യുന്നത്, അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് ലൂം ഉണ്ടാക്കുന്നത്. ലൂമിൻ്റെ ബ്രെഡ്ത്ത് 10.7 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്. അതുപോലെ ലെങ്ത്ത് നമ്മൾ 20 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ 10.7 സെൻറ്റിമീറ്ററിനെ ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം. 10.7 സെൻറ്റിമീറ്ററിൽ 0.7 സെൻറ്റിമീറ്റർ നമ്മൾ എടുത്തിരിക്കുന്നത് 2 സൈഡിലും ചെറിയൊരു സ്പേസ് വിട്ടുകൊടുക്കാനാണ്. അപ്പം 0.7ൽ 0.35 സെൻറ്റിമീറ്റർ 2 സൈഡിലും നമ്മൾ സ്പേസ് ആയിട്ട് വെറുതെ നമ്മൾ ലീവ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള 10 സെൻറ്റിമീറ്ററാണ് നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. അടുത്ത ഷീറ്റിൽ ഞാൻ കാണിച്ചു തരാം. സൈഡിൽ 2 സൈഡിലുമായിട്ട് നമ്മൾ 0.3 സെൻറ്റിമീറ്റർ വീതം സൈഡിൽ വിട്ടുകൊടുത്തു. അതിന് ശേഷമുള്ള 10 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഇപ്പം നമുക്ക് 10 ഡിവിഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി കാർഡ്ബോർഡിൻ്റെ താഴ്വശവും സെയിം പോലെ തന്നെ ഡിവൈഡ് ചെയ്തെടുക്കുക. രണ്ടാമത്തെ കാർഡ്ബോർഡ് ഷീറ്റിലും ഇതുപോലെ തന്നെ അളവുകൾ എടുത്തു കൊടുക്കുക. അളവുകൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി നമുക്ക് സ്കെയിൽ വെച്ച് ലൈൻസ് വരച്ച് നോക്കാം. സ്ട്രെയിറ്റ് ലൈനായിട്ട് ഓരോ പോയിൻറ്റ്സും ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടാണ് അളവ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ നമ്മുടെ പോയിൻറ്റ്സ് കറക്റ്റ് ചെയ്ത് ശരിയാക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ അളവുകളൊക്കെ ഏകദേശം കറക്റ്റാണ്. ഇനി നമുക്ക് ത്രെഡ് ചുറ്റിയെടുക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും. രണ്ടാമത്തെ കാർഡ്ബോർഡ് ഇനി നമുക്ക് വരച്ച് നോക്കേണ്ട കാര്യമില്ല. സെയിം അളവായതുകൊണ്ട് അത് കറക്റ്റ് തന്നെ ആയിരിക്കും. ഇനി നമുക്ക് മാർക്കിങ്സിൻ്റെ അവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ കട്ടിങ്സിലൂടെയാണ് നമ്മൾ ത്രെഡ് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈക്വൽ ലെങ്ത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ ശ്രമിക്കണം. കാർഡ്ബോർഡിൻ്റെ താഴ്വശവും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. രണ്ടാമത്തെ കാർഡ്ബോർഡ് പീസും സെയിം രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് കട്ട് ചെയ്യുക. നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ച് 2 പീസും ഒട്ടിച്ചെടുക്കാം. ഈ വിടവിലൂടെ വേണം നമുക്ക് വാർപ്പ് ത്രെഡ് നമുക്ക് ചുറ്റിയെടുക്കാൻ. അതുകൊണ്ട് തന്നെ അതിന് കണക്കാക്കിയിട്ടുള്ള ഡിസ്റ്റൻസ്, അതായത് സ്പേസ് അവിടെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാം. ത്രെഡ് വെച്ച് നോക്കിയപ്പോൾ കുറച്ചുകൂടെ ഡെപ്ത് ഉണ്ടെങ്കിലാണ് ആ ത്രെഡ് കറക്റ്റായിട്ട് അവിടെ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഡെപ്തിൽ ആ കട്ടൊന്ന് വലുതാക്കി കൊടുത്തു. ത്രെഡ് ഈസി ആയിട്ട് കയറ്റാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡ് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുക. സെയിം പ്രൊസീജിയർ തന്നെ താഴെയും ചെയ്ത് കൊടുത്തു. ഇപ്പം നമ്മുടെ ലൂമിൻ്റെ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു കാർഡ്ബോർഡ് പീസ് എടുത്ത് ഇതുപോലെ മടക്കി മുകളിലും താഴെയായിട്ട് ഒട്ടിച്ചെടുക്കണം.
താഴത്തെ കാർഡ്ബോർഡ് പീസ് ഒട്ടിക്കുമ്പം നമ്മളെപ്പോഴും താഴത്തെ കട്ടിങ്സിന് കുറച്ച് മുകളിലേക്കായിട്ടാണ് ഒട്ടിക്കേണ്ടത്. കാരണം താഴത്തെ ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അങ്ങനെ കയറ്റി വെക്കണമെന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ലൂം റെഡി ആയിട്ടുണ്ട്. ടാപ്പസ്ട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നീഡിലിന് പകരം ഒരു ഐസ്ക്രീം സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. ഫ്ലാറ്റ് നീഡിൽസൊക്കെ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്കൊരു ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കാം. ലൂം വെർട്ടിക്കലി വീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടോയിനാണ് യൂസ് ചെയ്യുന്നത്. വെർട്ടിക്കൽ ത്രെഡ്സ് സാധാരണ സ്റ്റേൺ ആയിട്ട് ഇരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ടോയിൻ യൂസ് ചെയ്യാൻ കാരണം. നമുക്ക് ലൂം ബൈൻഡ് ചെയ്തെടുക്കാം. ആദ്യം വെർട്ടിക്കൽ ത്രെഡാണ് ചുറ്റുന്നത്. ത്രെഡിൻ്റെ കുറച്ച് ഭാഗം ലീവ് ചെയ്തതിന് ശേഷം ആദ്യത്തെ കട്ടിലൂടെ നമ്മൾ ത്രെഡ് പുറകിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള ത്രെഡ് ഫ്രണ്ടിലേക്ക് എടുക്കുക. അതിനുശേഷം താഴെ ഇതുപോലെ തന്നെ താഴെയുള്ള കട്ടിലേക്ക് ചുറ്റിക്കൊടുക്കുക. ഇനി ആ ത്രെഡ് പുറകിലൂടെ രണ്ടാമത്തെ കട്ടിലൂടെ തിരിച്ചെടുക്കുക. ഇനി അതിന് നേരെ കാണുന്ന കട്ടിലൂടെ എടുത്ത് പുറകിലൂടെ തിരിച്ചു കൊണ്ടുവരാം. ഇതേ രീതിയിൽ ലൂം മുഴുവൻ നമുക്ക് ചുറ്റിയെടുക്കാം. പുറകുവശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതുപോലെ ആയിരിക്കും മുഴുവനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. ഇപ്പം നമ്മൾ ലൂമിൻ്റെ ഹൊറിസോണ്ടൽ ത്രെഡ്സ് എല്ലാം ചുറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് പുറകിൽ ബാക്കി വന്നിരിക്കുന്ന രണ്ട് ഭാഗങ്ങൾ, അതായത് സ്റ്റാർട്ടിങ് എൻഡും അതുപോലെ തീർന്ന എൻഡിങ് പോർഷനും കൂടെ ഒരുമിച്ച് കെട്ടി വെക്കണം. രണ്ട് ത്രെഡ്സും കൂട്ടിക്കെട്ടുമ്പോൾ അതിൻ്റെ ത്രെഡ്സ് ലൂസായി പോവാതെ ശ്രദ്ധിക്കുക. ഒന്ന് അമർത്തി പിടിച്ചതിന് ശേഷം കെട്ടുകയാണെങ്കിൽ അത് ഒരുപാട് ലൂസാവില്ല. എക്സ്ട്രാ ത്രെഡ്സ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇപ്പം നമ്മുടെ ലൂമിൻ്റെ വെർട്ടിക്കൽ ത്രെഡിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ വെർട്ടിക്കൽ ത്രെഡ്സിനെ ടേപ്പസ്ട്രിയിൽ വാർപ്പ് എന്നാണ് പറയുക. ഐസ്ക്രീം സ്റ്റിക്കിൽ ഞാനൊരു ഹോൾ ഇട്ട് കൊടുത്തു. അപ്പം നമുക്ക് ത്രെഡ് അതിൽ കെട്ടിയിട്ട് നമുക്കൊരു നീഡിൽ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ത്രെഡിങ് സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു യാണാണ് എടുക്കുന്നത്. യാണെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വൂളൻ ത്രെഡ് തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും. നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ഒരു ത്രെഡല്ല, രണ്ട് ത്രെഡ് കൂടിയതാണ് ഒരു ത്രെഡായിട്ട് വരുന്നത്. ഇതുപോലത്തെ യാൺസ് ഉപയോഗിക്കണമെന്നില്ല. നമുക്കിതുപോലത്തെ സാധാരണ വൂളൻ ത്രെഡ് കിട്ടും. ഇതായാലും മതി, നമുക്ക് റിക്വയർഡ് കളർ കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ത്രെഡ്സ് ആയിട്ടുള്ള വെഫ്റ്റ് എങ്ങനെ വീവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഐസ്ക്രീം സ്റ്റിക്കിലേക്ക് ഞാൻ റെഡ് കളർ വൂളൻ ത്രെഡ് ജസ്റ്റ് കെട്ടിക്കൊടുക്കുകയാണ്. ലൂമിൻ്റെ താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മളെപ്പോഴും വീവ് ചെയ്യുന്നത്. മെറൂൺ കളറിൻ്റെ വീതി എത്ര വേണം എന്നനുസരിച്ചിട്ട് നമുക്ക് ത്രെഡ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒന്നിടവിട്ട രീതിയിൽ ഐസ്ക്രീം സ്റ്റിക്ക് നമ്മൾ ത്രെഡിനുള്ളിലൂടെ കയറ്റിയെടുക്കണം. ത്രെഡ്സ് ഓൾട്ടർനേറ്റ് ആയിട്ടാണോ കയറിയിരിക്കുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് മറുവശത്തോടെ സ്റ്റിക്ക് നമുക്ക് പുറത്തേക്കെടുക്കാം. വളരെ ശ്രദ്ധിച്ച് പതുക്കെയാണ് നമ്മൾ ആ ത്രെഡ് വലിച്ചെടുക്കേണ്ടത്. മുഴുവൻ ത്രെഡ് നമ്മൾ പുറത്തേക്ക് എടുക്കരുത്, കുറച്ച് ഭാഗം പുറത്തേക്ക് ഇട്ടേക്കുക. കാരണം നമുക്ക് അവസാനം നമുക്കത് കെട്ടി വെക്കേണ്ടതാണ്. ഇനി നമ്മൾ
ഐസ്ക്രീം സ്റ്റിക്ക് എങ്ങനെ റൈറ്റ് സൈഡിലേക്ക് വീവ് ചെയ്തോ അതേപോലെ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് തിരിച്ച് വീവ് ചെയ്ത് പോവാം. നമ്മളെടുത്ത ലാസ്റ്റ് ത്രെഡിൻ്റെ അടിയിലൂടെയാണ് ഐസ്ക്രീം സ്റ്റിക്ക് വന്നിട്ടുള്ളെങ്കിൽ തിരിച്ചു പോകുമ്പം അതിൻ്റെ മുകളിലൂടെ വേണം ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കാൻ. ഹൊറിസോണ്ടലി വീവ് ചെയ്യുന്ന ത്രെഡിനെ വെഫ്റ്റ് എന്നാണ് പറയുക. ഇപ്പം നമ്മൾ 2 ലെയർ വീവ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് റെഡ് കളർ എത്ര ലെയർ വേണോ അത്രയും നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ റെഡ് ത്രെഡ് മാറ്റിയിട്ട് ഓറഞ്ച് ത്രെഡ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഏകദേശം മിഡിലായിട്ട് വീവിങ് നിർത്തിയിട്ട് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്കിൽ നിന്ന് ആ ഒരു ത്രെഡ് കട്ട് ചെയ്ത് മാറ്റാം. കുറച്ച് ലെങ്ത്ത് അവിടെ വിടണം. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ത്രെഡ് നമ്മൾ ആദ്യം ഈ ഒരു പീസിനകത്തേക്ക് കെട്ടിയിട്ടാണ് നമ്മൾ പിന്നെ വീവിങ് സ്റ്റാർട്ട് ചെയ്യുക. രണ്ട് ത്രെഡ്സും കൂട്ടിക്കെട്ടിയതിന് ശേഷം നമ്മൾ ത്രെഡിൻ്റെ മറ്റേ ഭാഗത്ത് ഐസ്ക്രീം സ്റ്റിക്ക് പഴയ പോലെ തന്നെ കെട്ടിക്കൊടുക്കുക. അതിന് ശേഷം വീവ് ചെയ്ത് നമുക്ക് എത്ര വിഡ്ത്തിൽ ഓറഞ്ച് കളർ വേണോ അത്രയും വിഡ്ത്താക്കി കൊടുക്കുക. ഇനി നമുക്ക് സെയിം യാണിലുള്ള വേറൊരു പാറ്റേൺ വീവ് ചെയ്യാം. അഗൈൻ ഞാൻ ഓറഞ്ച് കളറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ത്രെഡ് മാറ്റി കൊടുക്കാം. മുകളിൽ ഗ്രീൻ കളർ ത്രെഡ് യൂസ് ചെയ്യാം. താഴെ നമ്മൾ മെറൂൺ കളർ ത്രെഡ് എത്ര വിഡ്ത്തിൽ യൂസ് ചെയ്തോ അതേപോലെ തന്നെ നമുക്ക് ഗ്രീനും വീവ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ വീവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ വീവിങ് ഏരിയ എന്ന് പറയുന്നത്. അതിൻ്റെ താഴേക്കോ മുകളിലേക്കോ നമ്മൾ വീവ് ചെയ്ത് കൊണ്ടുപോകരുത്. കാരണം അവിടെ ഓൾറെഡി ടെൻഷൻ കൂടിയ ഏരിയ ആണ്. അപ്പം അവിടേക്ക് നമ്മൾ വീവ് ചെയ്യാനും പാടാണ്. അപ്പോൾ ഇനി ലാസ്റ്റ് കിടക്കുന്ന 2 ത്രെഡ് നമ്മൾ താഴേക്ക് വെച്ച് കെട്ടിക്കൊടുക്കുക. നമ്മൾ ടേപ്പസ്ട്രിയുടെ വീവിങ് പാർട്ടെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പുറകിൽ ആദ്യം കെട്ടിയ കെട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി വളരെ മെല്ലെ നമ്മൾ ആ ത്രെഡ് ഓരോന്നായിട്ട് നമ്മൾ ലൂമിൽ നിന്നും വേർപെടുത്തി എടുക്കുക. ത്രെഡ് വലിഞ്ഞു പോവാതെ വേണം നമ്മൾ ഓരോന്നായിട്ട് മെല്ലെ ഊരിയെടുക്കാൻ. ഇനി ഞാനൊരു വുഡൻ ബ്രാഞ്ച് എടുത്ത് ആ ഓരോ ലൂപ്പിലൂടെ ഇട്ട് കൊടുക്കുകയാണ്. താഴെ ഇതുപോലെ തന്നെ കെയർഫുള്ളായിട്ട് നമ്മൾ ആ ത്രെഡ് അതിൽ നിന്ന് എടുക്കുക. ലെഫ്റ്റ് സൈഡിലെ ആദ്യത്തെ ത്രെഡ് നമ്മൾ ആ ബ്രാഞ്ചിലേക്ക് തന്നെ വെച്ച് കെട്ടിക്കൊടുക്കുക. ഇനി നമ്മൾ വീവ് ചെയ്ത് വെച്ച ടേപ്പസ്ട്രി വളരെ പതുക്കെ സാവധാനം ത്രെഡ് വലിച്ച് മുകളിലേക്ക് ആക്കി കൊടുക്കുക. ഒരേ ലെവലിലായിരിക്കണം നമ്മൾ പൊക്കുന്നത്. ഒരുപാട് വലിക്കരുത്, വളരെ സാവധാനം ചെയ്യുക. നമുക്ക് ടേപ്പസ്ട്രിയുടെ താഴെ വെക്കാനുള്ള ടാസിൽസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിനകത്തേക്ക് ത്രെഡ് ചുറ്റി കൊടുക്കുകയാണ്. കാർഡ്ബോർഡിൽ നിന്നും നമ്മൾ ത്രെഡ് മെല്ലെ മാറ്റിയതിന് ശേഷം അതിനുള്ളിലൂടെ ഒരു ത്രെഡ് കെട്ടി കൊടുക്കുക. ത്രെഡിൻ്റെ കെട്ട് വരുന്ന ഭാഗം നമ്മൾ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം വേറൊരു കളർ ത്രെഡ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകൾ വശം കെട്ടിക്കൊടുക്കുക. ഇനി നമുക്ക് താഴ്വശം കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണ്ട ലെങ്ത്ത് നോക്കിയിട്ട് ഒരേ ലെവലിൽ നമ്മൾ ത്രെഡ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ടാസിൽ റെഡി ആയിട്ടുണ്ട്. ഞാനിതുപോലെ ഒരു 4 എണ്ണം ഉണ്ടാക്കിയെടുത്തു, പല കളേഴ്സിലായിട്ട്. ടേപ്പസ്ട്രിയുടെ താഴ്വശം ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ വരുന്ന ത്രെഡ്സ് എല്ലാം കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം
റൈറ്റ് സൈഡിൽ ലാസ്റ്റ് വരുന്ന ഒറ്റ ത്രെഡ് നമുക്ക് അടുത്തുള്ള ത്രെഡിലേക്ക് ചേർത്ത് വെച്ച് കെട്ടാം. കെട്ടുകൾ അഴിഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് ജസ്റ്റ് ഒരു പശ വെച്ച് അതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴ്ഭാഗത്ത് ടാസൽസ് തുന്നി പിടിപ്പിക്കാം. സാധാരണ സൂചി നൂല് വെച്ച് തന്നെയാണ് താഴെ ടാസൽസ് തുന്നി പിടിപ്പിക്കുന്നത്. ഫൈനലി നമ്മുടെ ടേപ്പസ്ട്രി കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വോളിലൊക്കെ ഹാങ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു ലൂപ്പ് പോലെ ഒരു ജൂട്ട് ത്രെഡ് കെട്ടിക്കൊടുക്കാം. എല്ലാവർക്കും ഈ DIY ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൂമും ടേപ്പസ്ട്രി എല്ലാം ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഇനി ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.